ഹലോ ഗൈസ്, പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അറ്റ് മലയാളി ഏരിയ എന്ന യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ നമ്മുടെ വ്ലോഗാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. ഒരു 4 കേക്കാണ് എടുത്തിട്ടുള്ളത്. 4 സാധാ പ്ലം കേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പൈനാപ്പിൾ ആണ് ഇന്നത്തെ കഥയുടെ മെയിൻ വിഷയം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡൈ പൈനാപ്പിൾ കേക്ക്. നമ്മളെ എങ്ങനെയാണോ പൊറിച്ചൊക്കെ ഇരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. 4 പ്ലം കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ 2 പൊറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നായിരുന്നാലും കുഴപ്പമില്ല. പഞ്ചസാര ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ പിസ്ത നട്ട് പോലെ ഇരിക്കുന്ന ആ സാധനമാണ്, പിന്നെ കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, വീപ്പിംഗ് ക്രീം പൗഡർ എടുത്തിട്ടുണ്ട് ഗൈസ്, പിന്നെ മിൽക്ക് കണ്ടന്റ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇതിൽ മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് കളറിന് ഞാൻ പൈനാപ്പിളിന്റെ കളറൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല, അങ്ങനെ മാംഗോയുടെ കളറാണ് നമ്മൾ ഒപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതാണ് നമ്മുടെ വീട്. അതാണ് ഇതെന്റെ അപ്പൂപ്പന്റെ വീടാണ്. നമ്മുടെ അപ്പൂപ്പന്റെ വീട്ടിൽ വെച്ചാണ് നമ്മുടെ കേക്കിന്റെ പരിപാടിയൊക്കെ നടക്കുന്നത്. കുറച്ച് ദിവസമായി പോയിട്ട്, കുറച്ച് മാസങ്ങളായി. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഇനി അവിടെ വെച്ച് നമുക്ക് വ്ളോഗിന് കാണാം. ഹലോ ഗായ്സ്, നമ്മൾ നമ്മുടെ പൊറിച്ചക്ക അരിഞ്ഞെടുക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ പൊറിച്ചക്ക അരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ വെച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. നമ്മുടെ കാമ്പൊക്കെ നമ്മൾ കറക്റ്റ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാമ്പിന്റെ ആവശ്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇത് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല, അതൊക്കെ ജ്യൂസ് അടിക്കാനുള്ളതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്യും ഗൈസ്. അങ്ങനെ നമ്മള് 3/4 കപ്പ് പഞ്ചാര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലായിട്ട് തൂറ്റി കൊടുക്കാം. വേറെ ലെവല് ഗൈസ്. പഞ്ചാര നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് വെള്ളം നമുക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ പൈനാപ്പിള് കുറച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കുന്ന സമയത്ത് പഞ്ചസാര അല്പം കുറവെന്ന് തോന്നിയാൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം തന്നെ ധാരാളമാണ്. നല്ല വഴറ്റി ഒരു വേഗം ഈ ലൈറ്റ് കളറിലായിട്ട് വരും. ആവശ്യമുള്ള മധുരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ക്രീം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിലേക്കാണ് ഇത് ചേർക്കാനുള്ളത്. അങ്ങനെ നമ്മൾ നേരത്തെ തുടങ്ങിയ പണി ഇപ്പോൾ നമ്മൾ ഒരു 3/4 ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 മണി അടുപ്പിച്ചാവും. വീപ്പിംഗ് ക്രീമും നമ്മുടെ പാലുമായിട്ടുള്ള മിക്സാണ് നമ്മൾ ഇനി ഉള്ളത്. 2 പാക്കറ്റ് വീപ്പിംഗ് പൗഡർ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ വീപ്പിംഗ് ക്രീം പൗഡർ തുറന്നു. ഇതൊരു പൊടിയുടെ കട്ടയാണ്. അടുത്തത് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ പണി ഏകദേശം തീരാറായി. ഞാൻ ഒരു പാക്കറ്റ് വാങ്ങാനാണ് ഇരുന്നത്, പക്ഷേ 2 എണ്ണം വാങ്ങിച്ചിട്ടും ഇത്രേ വന്നോളൂ. അപ്പോൾ നമുക്ക് ഈ കിട്ടിയതും ഒരു കുപ്പി പാലും കൊണ്ട് നമുക്ക് താഴേക്ക് പോകാം. ഒഴിച്ചു കൊടുക്കാം. ഈ നമ്മുടെ വീപ്പിംഗ് പൗഡറും പാലും എല്ലാം കൂടെ ഈ 1 കപ്പിൽ അകത്ത് നിൽക്കണം. വീപ്പിംഗ് പൗഡർ ഓ ഗൈസ്, നല്ല ഭംഗിയാണ്. റെഡിയാക്കി എടുക്കാനുള്ള അവസാനത്തെ ഒരു സംഭവം വച്ചിക്കേണ്ടതായുണ്ട്. ഫ്രിഡ്ജ് തുറന്ന് കാട്ടിത്തരാം. ഇതിൻ്റെ അടിയിൽ വച്ചിട്ടുണ്ട് നമ്മുടെ
പാലും ഇതെല്ലാം വച്ചിട്ടുണ്ട്. മൂടി വയ്ക്കാം. കേക്ക് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ക്രീം പുരട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്കിലോട്ട് പോകാം ഗൈസ്. ആപ്പിൾ ഇവിടെ റെഡിയായി. പുളിപ്പ് മാവ് കിട്ടിയിട്ടുണ്ട്. കേക്കിലേക്ക് കിടക്കാം. ഇവിടെ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. പറ്റാത്ത ഒരിതാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഓരോ കേക്കായിട്ട് എടുത്ത് നമുക്ക് ഇതിലോട്ടിടാം. ഓ, നമ്മുടെ പ്ലമ്മി കേക്കാണ്. അത് ഒന്നാമത്തെ കേക്കായി. കേക്ക് പുറത്തേക്ക് എടുക്കാം എന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് പതുക്കെ പേപ്പറൊക്കെ ഒന്ന് ഇളക്കി നല്ല ഉള്ള സ്പോഞ്ചി ആയിട്ടുള്ള സാധനമാണ് വച്ചു ഉണ്ടോ. ഗായ്സ്, അങ്ങനെ അവസാനത്തെ കേക്കാണ്. എന്ത് ക്യൂട്ടല്ലേ. അങ്ങനെ നമ്മുടെ പൊട്ടിച്ചക്ക പോലെ തന്നെ കാണുമ്പോൾ തോന്നും. കാട്ടിത്തരാം. നമ്മുടെ കേക്ക് ഇതാണ്. നമ്മുടെ കേക്ക് ഒരിതാക്കി തരാം. താഴ്പോം ആണ് എൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിലെ കിച്ചൺ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നമ്മുടെ മിക്സിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ക്രീം നമ്മൾ റെഡിയാക്കാൻ പോവുകയാണേ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ലോയിലിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് വീട്ടാക്കും. ഇപ്പോൾ ഗൈസ് ഒത്തിക്കൂടെ കട്ടിയായി വരാനുണ്ട് ഗൈസ്. ഇതാ കാണിച്ചു കൊടുത്തോ. അത് ക്രീമി ജ്യൂസി ആയിട്ട് വരുന്നുണ്ടേ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗൈസ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സാധനം എടുത്ത് നമുക്ക് പണി തുടങ്ങാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ക്രീം തേക്കൽ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല ക്രീമി ആയിട്ട് എടുക്കണം. കൊള്ളാമോ? ഇഷ്ടപ്പെട്ട? കഴിക്കുമ്പോഴല്ലേ അറിയാവോ അല്ലേ? കേക്ക് ക്രീമിയായി വരെയാണ്. നമ്മൾ മൊത്തം ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നമ്മുടെ കേക്കുണ്ട്. പൈനാപ്പിൾ ഡൈ കേക്കാണ്. ഓരോ 1 മണിക്കൂർ ഓരോ വെച്ചിട്ട് 1 മണിക്കൂർ
അങ്ങനെ നമ്മുടെ കേക്ക് തുറക്കാൻ പോവാണ്. 1, 2, 3 സ്റ്റാർട്ട്. അങ്ങനെ ഫ്രിഡ്ജിന്റെ ഡോർ നമ്മൾ തുറന്നിരിക്കുന്നു ഗായ്സ്. നമ്മൾ രാവിലെ തൊട്ട് കാത്തിരുന്ന ടേസ്റ്റാ നമ്മുടെ കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും, അമ്മയും കുഞ്ഞമ്മയും അമ്മാമ്മയും എല്ലാവരും നമ്മുടെ സ്പേസ് തന്നതും ചെയ്തു തന്നതും അങ്ങനെ ആയ കുറെ സഹായങ്ങൾ കുട്ടികളിൽ നിന്നും ഉണ്ട്. അങ്ങനെ നമ്മൾ നല്ല കേക്ക് ഉണ്ടാക്കി എടുത്തു ഗായ്സ്. വണ്ടർഫുൾ കേക്ക് ഈസ് റീച്ച്ഡ്. അങ്ങനെ ഗായ്സ് നമ്മുടെ സൂപ്പർ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് കണ്ട നമ്മുടെ ആ തട്ട് ഇളക്കി മാറ്റിയാലേ നമുക്കിനി കേക്ക് മുറിക്കാൻ സൗകര്യമായിട്ട് കേക്ക് മുറിക്കാൻ പറ്റൂ. അങ്ങനെയുണ്ട്, കൊള്ളാമോ? വായില് തോട് കഴിക്കാൻ അമ്മമ്മയ്ക്ക് അതുകൊണ്ടാണ് ഏറ്റവും കുറച്ച് എടുക്കാം. ക്രീമൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം. കൊച്ചിയുടെ അറ്റു മലയാളി ഏരി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ക്യാമറാമാൻ സോയിനോടൊപ്പം ഇറ്റ്സ് മീ അജോ വിത്ത് അമൃത സ്വരൂപ് കുട്ടൂസ്. പുതിയൊരു വീഡിയോ കാണാം. സൈൻ ഔട്ട്.